ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ പുതിയൊരു കില്ലാടി എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അല്ല, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇത് കണ്ടില്ലേ, ഫുള്ള് നമ്മൾ വാളും കാര്യങ്ങളും ഫുള്ള് നമ്മളെ വീടിന് ചുറ്റും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് വാളും കാര്യങ്ങളും കവർ ചെയ്തിട്ടോ. സോ ഇനി നമുക്ക് എന്തായാലും സോംബീസും കാര്യങ്ങളും ഒരു സംഭവം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറൂല ഗൈസ്. ചുറ്റും ഞാൻ ടോർച്ചും കാര്യങ്ങളും ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഇത് കണ്ടില്ലേ, ഫുള്ള് ഞാൻ ഫുള്ള് ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, പുറകോട്ട് നോക്കണ ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് സ്ഥലത്തൂടെ നമ്മൾ ലൈറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു വലിയൊരു മൗണ്ടൻ പോലെ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ഹൈറ്റ് ഉള്ള ഏരിയ ആണ്. സോ സംഭവം നൈറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും സീനില്ല, നൈറ്റ് ആയാലും പ്രശ്നമില്ല കേട്ടോ. സോ നൈറ്റ് ആയാലും ഇനി നമുക്ക് പ്രശ്നമില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇനി സോംബീസ് ഒന്നും സ്പോൺ ആവില്ല. ഓക്കെ, ഇവിടെയും കൂടി 2 ലൈറ്റ് കൂടി വെച്ചേക്കാം, അഥവാ സ്പോൺ ആയാലും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഷീപ്പും മറ്റേ പന്നികളൊക്കെ സ്പോൺ ആവുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതുണ്ടോ, ഫുള്ള് കുറേ ഷീപ്പും മറ്റേ മറ്റേ കുതിരയൊക്കെ സ്പോൺ ആവുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വീടിൻ്റെ ഉള്ളിലും നമ്മൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്ക് ഗൈസ്, ഇവിടെ ഫുള്ള് ഞാൻ ലൈറ്റപ്പ് ചെയ്തു. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലും ഞാൻ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാരുടെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്നത്? ഏതോ ഒരു വില്ലേജറിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് നമ്മുടെ ആദ്യത്തെ ആ ഒരു വില്ലേജിൽ നിന്ന് കയറി വന്നാന്ന് തോന്നുട്ടോ. എണീച്ച് പോടേ, നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം കേട്ടോ നൈറ്റ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞുതരാം ഗൈസ്. സോ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ബേസ് ഒന്ന് മുകളിലോട്ട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് അടിയിൽ ഒരു റൂം നമുക്ക് സെറ്റാക്കണം കേട്ടോ. ഒരു അണ്ടർഗ്രൗണ്ട് ഒരു റൂം കൂടി സെറ്റ് ആക്കണം. സോ ആദ്യം നമുക്ക് മുകളിൽ സെറ്റാക്കുക, എന്നിട്ട് നമുക്ക് താഴോട്ട് വരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ലാബും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്യാം. നമ്മുടെ കോബിൾ സ്റ്റോൺ വെച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇട്ടാക്കാം. ഏകദേശം ഇത്ര ഹൈറ്റ് മതിയാവട്ടെ ഗൈസ്. കോബിൾ സ്റ്റോണും കാര്യങ്ങളും താണ്ട ഇതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ചുറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ പ്ലാങ്ക്സ് സെറ്റാക്കി കൊടുക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാങ്ക്സ് ഉണ്ട്, എന്തായാലും നമുക്കിത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ 2 ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് മുകളിൽ നമുക്ക് നമ്മുടെ ഡീപ് സ്ലൈറ്റ് സെറ്റ് ആക്കാം കേട്ടോ. മുകളിലത്തെ റൂഫ് ടോപ്പ് എന്തായാലും നമുക്ക് നമ്മുടെ ഡീപ് സ്ലൈറ്റ് സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഡീപ് സ്ലൈറ്റ് സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ഡീപ് സ്ലൈറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലും കവർ ചെയ്ത പോലെ തന്നെ നമ്മൾ ചുറ്റും നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലൂടെ റെഡി ആക്കാനുണ്ട് കേട്ടോ ഗൈസ്. സോ അവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ് റെഡിയാക്കണം. സോ നമുക്കിനി കുറച്ച് ഐറ്റംസ് കൂടി വേണം. നമുക്ക് പുറത്തോട്ട് സെറ്റാക്കാനുള്ളൊരു സംഭവം റെഡിയാക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ചൊരു സ്ലാബ് റെഡിയാക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വേറൊരു മോഡൽ സെറ്റാക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടി സെറ്റാക്കി നോക്കാം. വേറൊരു ഐഡിയ ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ സ്ലാബ് വെച്ച് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കയറും. എന്നിട്ട് ഇവിടെ നമുക്ക് കയറി നിൽക്കാനുള്ളൊരു പ്ലേസ് ഇട്ടോ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ സ്ലാബ് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, സ്ലാബ് ഫെൻസാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഫെൻസ് അല്ലെങ്കിൽ വാള്, അതിലേതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. ഇതൊന്ന് ഫെൻസായി കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഫെൻസ് സെറ്റ് ആക്കട്ടെ ഗൈസ്. കുറച്ച് ഫെൻസ് ആവശ്യമുണ്ട്.
ഓക്കെ 21 ഫെൻസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കിത് കൊണ്ടുപോയി സെറ്റാക്കാം കേട്ടോ. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയത്, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇതാ ഇവിടെ വന്ന് നമുക്ക് നിൽക്കാനുള്ളൊരു പ്ലേസ് കിട്ടും. സോ ഇവിടെ കുറച്ചുകൂടി കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യാനുണ്ട്, അല്ല കോബിൾ സ്റ്റോൺ അല്ല സ്ലാബ് സെറ്റ് ചെയ്യാനുണ്ട്. സോ ഓക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ സ്ലാബ് സെറ്റ് ചെയ്യണം, അല്ല സോറി നമ്മുടെ ഫെൻസ് സെറ്റ് ആക്കണം. സോ ഇതുപോലെ ഇങ്ങനെ ഫെൻസ് സെറ്റ് ആക്കി കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. ഓക്കെ ആൻഡ് ഇവിടെയും കൂടി നമുക്ക് പൊട്ടിക്കണം. സോ ഇവിടെയും കൂടി നമുക്ക് കോബിൾ സ്റ്റോൺ ഇതാ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ സെറ്റ് ചെയ്യണം. സോ ഇവിടെയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ഫെൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ സെറ്റ് ഗൈസ്. ഇതിന് എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിൽ കവർ ചെയ്യണം കേട്ടോ. സോ കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് ബ്ലോക്കില്ല ഗൈസ്, നമ്മുടെ അടുത്ത് ബ്ലോക്കില്ല. അതൊരു പ്രശ്നമാണ്. ബ്ലോക്കില്ലാത്തതൊരു പ്രശ്നമാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ബ്ലോക്ക് തൽക്കാലം ഡീപ്പ് സ്ലൈഡ് സെറ്റ് ചെയ്യട്ടോ. ഡീപ്പ് സ്ലൈഡ് വെച്ച് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നമുക്ക് നോക്കാം, വേറെ ബ്ലോക്ക് സെറ്റാക്കാൻ പറ്റുമോ? ഓക്കെ പോളിഷ്ഡ്. ഓക്കെ വേറൊരു പുതിയ ബ്ലോക്ക് കിട്ടിയിട്ടോ, പോളിഷ്ഡ് ഡീപ്പ് സ്ലൈഡ്. ഓക്കെ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ നമ്മളെ ഫ്രണ്ടിൽ ഓക്കെ ഈ ഒരു ബ്ലോക്ക് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ ഗൈസ്, അങ്ങനെ ലുക്ക് ഉണ്ട്. ഇതാണ് ഇത് നമുക്ക്, എന്നാലും നമുക്ക് ഇത് മൊത്തം നമ്മുടെ ആ ഒരു ബ്ലോക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ ഗൈസ്. നമ്മൾ സീന് ലുക്ക്, വാവ് വേറെ ലെവൽ. ഓക്കെ ഗൈസ് ഇവിടെ നിന്ന് കുനിയേണ്ടി വരും കേട്ടോ. കണ്ടില്ല ഗൈസ്, ഇവിടെ നിന്ന് കയറണമെങ്കിൽ ജസ്റ്റ് കുനിയണം. അതുകൊണ്ട് നമുക്ക് ഇവിടത്തെ ബ്ലോക്ക് പൊട്ടിക്കാം, എന്നിട്ട് ഇവിടെയും പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ആക്കാം. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസും സെറ്റ് ചെയ്യണം, 2 ഗ്ലാസ്. എനിക്കൊന്ന് ഇവിടെയും പൊട്ടിക്കണം, അല്ല ഫ്രണ്ടിൽ എന്തായാലും പൊട്ടിക്കുന്നില്ല, ഇവിടെ മാത്രം ഒരു വിൻഡോ. ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം സെറ്റ് ആക്കണം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്ലാബ് കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സെറ്റ്. ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഇവിടെ 2 ടോർച്ച് ആൻഡ് ഇവിടെയും. ഓക്കെ നമുക്ക് ഫ്രണ്ടിലും നമുക്കൊരു ടോർച്ച് പ്ലേസ് ചെയ്യാം. ഇവിടെ വേണം ജസ്റ്റ് ഒന്ന് നമുക്ക് മുകളിലും കൂടി ഒന്ന് സ്ലാബ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലാബ് തീർന്നല്ലോ. സ്ലാബ് സെറ്റ് ആയി കൊടുക്കാം കേട്ടോ ഗൈസ്. സെറ്റ്. ആ ഒരു ചുറ്റതുപോലെ സെറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഡോറ് സെറ്റ് ചെയ്യാറുണ്ട് ഗൈസ്, ഒരു ഡോറ് സെറ്റ് ചെയ്യണം കേട്ടോ. സോ ഡോറ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നാം പുതിയ ഡോറ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഡോറ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സെറ്റാവൂ? ഓക്കെ ഒരു പ്രോബ്ലം ഇല്ല, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇവിടെ ഒരു സ്ലാബ് കൂടി വെച്ചാൽ പ്രശ്നമാകൂ? ഇവിടെ സ്ലാബ് വെച്ചാൽ പ്രശ്നമാണ് ഗൈസ്, പ്രശ്നമാണ്. അവിടെ ഒരു സ്ലാബേ വെക്കാൻ പറ്റും. ഓക്കെ ഇവിടെ ഈ ഒരു സ്ലാബ് വെക്കാം. ഓക്കെ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സോ ഫുൾ സെറ്റായിരിക്കുകയാണ്. ഇവിടെയും 2 ടോർച്ച് കൂടി വെക്കാം കേട്ടോ. അല്ലേ വേണ്ട, ഫ്രണ്ടിൽ ഫുൾ ടോർച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടോർച്ച് ആയിപ്പോൾ, അതുകൊണ്ട് ടോർച്ച് വെക്കുന്നില്ല, നമ്മുടെ വ്യൂ നഷ്ടപ്പെടും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടത്തെ ഒരു സെറ്റപ്പ് ഗൈസ്. സംഭവം സീന് ലുക്കായിട്ടുണ്ട് ഗൈസ്, വേറെ ലെവല് ലുക്കായിട്ടുണ്ട്. വാവ് നമ്മുടെ സൺ ഒക്കെ രാത്രി ആവുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? സോ ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാർപ്പറ്റ് സെറ്റ് ആക്കണം കേട്ടോ. അതിന് നമുക്ക് ഇനി ഷീപ്പിനെ സെറ്റ് ആക്കാനുണ്ട്. ഷീപ്പിനെ റെഡിയാക്കിയാലേ നമുക്ക് കാർപ്പറ്റ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. സോ പിന്നെ നമുക്ക് സെറ്റ് ആക്കേണ്ടത് നമ്മുടെ അടിയിലോട്ട് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ഒരു റൂം കൂടി സെറ്റ് ആക്കുന്നുണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് അടിയിലോട്ട് മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടിയിൽ നമ്മുടെ പുതിയൊരു അടിയിൽ നമുക്കൊരു ഫ്ലോർ കൂടി സെറ്റ് ആക്കണം കേട്ടോ.
വെയിറ്റ്, നമുക്കൊന്നുകൂടി മുകളിലോട്ട് പോകണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് കോബിൾ സ്റ്റോൺ കൂടി എടുക്കാം. കോബിൾ സ്റ്റോൺ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമുക്ക് വിലപ്പെട്ട ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവെക്കാം. എന്തെങ്കിലും ആക്കാം, അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഡയമണ്ട്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും, നമുക്ക് എന്തെങ്കിലും അടിയിൽ കൊണ്ടുവെക്കാം സേഫാക്കി. സോ ഓക്കെ, ഇത്ര മതിയാവും. ജസ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് ഒരു റൂം ഗൈസ്, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഒരു റൂം. ഓക്കെ, ഇവിടെ നമ്മളെ റൂം സെറ്റാക്കും. ജസ്റ്റ് നമുക്ക് മൈൻഡ് ചെയ്യാം കേട്ടോ. ഒന്ന്, രണ്ട്, മൂന്ന് ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് സെറ്റാക്കാം. 1, 2, 3 ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കി. സോ നമുക്ക് ഇവിടെ ഫുള്ള് മൈൻഡ് ചെയ്യാം കേട്ടോ. ഇത്ര മതിയാവും കേട്ടോ ഗൈസ്, ഇത്ര മതി. നമ്മുടെ ഒരു റൂമത്തെ ഒരു സൈഡത്തെ ഒരു വലിപ്പം എന്ന് പറയുമ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് മുകളിലോട്ട് കുറച്ചുകൂടി സ്പേസ് വേണം. ജസ്റ്റ് ചെറിയൊരു റൂം അത്രയേ ഉള്ളൂ ഗൈസ്, ഒരു അണ്ടർഗ്രൗണ്ട് ചെറിയൊരു റൂം അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു വൈബിന്. അടുത്ത വീഡിയോയിൽ നമുക്കൊരു ഫാം സെറ്റ് ആക്കണം. നമ്മൾ ഫുഡ് വളരെ കുറവാണ്, നമുക്ക് കുറച്ച് ഫുഡ് കിട്ടാൻ നമുക്കൊരു ഫുഡ് ഫാം സെറ്റ് ആക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് ഗൈസ്. സോ എന്തായാലും റെഡി ആക്കണം. ഇവിടെ അത്ര മതിയില്ല ഗൈസ്, വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. നമ്മുടെ ഇത് വെച്ച് സെറ്റാക്കാം കേട്ടോ. പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് സെറ്റാക്കി കൊടുക്കാം ഗൈസ്. ഇതിപ്പോൾ നമുക്ക് വുഡ് ആക്കണം. എൻ്റെ അടുത്ത് വുഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വുഡ് സെറ്റാക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു അടിയിലത്തെ ആ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ഡീപ് സ്ലൈറ്റിൻ്റെ ആ ഒരു ബ്ലോക്ക് ആക്കി കൊടുക്കാം. ഞാൻ എന്തായാലും മരം വെട്ടിയിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ മരം ഫുള്ള് സെറ്റാക്കിയിട്ട് ഈ റൂം സെറ്റാക്കിയിട്ട് കാണിച്ചിരുന്നുണ്ട്. സോ ഇപ്പം കുറേ ടൈം എടുക്കും. സോ കുറച്ച് ടാസ്ക്കാണ്. ഫുഡ് ഫാം എന്തായാലും നമുക്ക് പെട്ടെന്ന് സെറ്റാക്കണം കേട്ടോ. ഫുഡ് വളരെ കുറവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഫുഡ് ഫാം സെറ്റാക്കണം. ഈ ഒരു ബ്ലോക്ക് അടിപൊളി ബ്ലോക്ക് കേട്ടോ ഗൈസ്, നല്ല ഒരു ലുക്ക് ഉണ്ട്. നമ്മുടെ ബിൽഡിനൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിരിക്കും ഈ ലുക്ക്. എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്, ഇവിടെ കോബിൾ സ്റ്റോൺ ആക്കണോ അല്ലെങ്കിൽ നമ്മുടെ വുഡ് ആക്കണോ എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കുറച്ച് എന്തായാലും ടോർച്ച് സെറ്റാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വല്ല സോംബീസൊക്കെ സ്പോൺ ഔട്ടോ. ഇവിടെ എന്തായാലും നമ്മൾക്ക് എന്തായാലും ഇനിയും പണിയുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ജസ്റ്റ് അടിയിൽ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. ഇവിടെയും കൂടി ബ്ലോക്ക് സെറ്റാക്കട്ടെ, നമ്മുടെ ഡീപ് സ്ലൈറ്റ്. ഓക്കെ, ഇത്ര സെറ്റപ്പ് മതി ഗൈസ്. ഇവിടെയും കൂടി നമുക്ക് കോബിൾ സ്റ്റോൺ ആയി കൊടുക്കാം കേട്ടോ, നമ്മൾ കയറി വരുന്ന സ്ഥലമാണ്. സോ ഇനി നമുക്ക് മുകളിലോട്ടൊരു ഏണി സെറ്റാക്കണം. നമ്മുടെ അടുത്ത് 10 ഏണി ഉണ്ട് കേട്ടോ, അതായത് ഇവിടെ സെറ്റാക്കി കൊടുക്കാം. ഓൾ സെറ്റ്. അപ്പോൾ അത് ഫുൾ അങ്ങ് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ മുകളിൽ ഞാൻ കാണിച്ചു തരാം. മുകളിലത്തെ ഫ്ലോർ ഇതാണ്. സോ ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടു വെക്കാണ്ട്. നമ്മുടെ അടുത്ത് ഗ്ലാസ് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. സോ ഇവിടെ കുറച്ചുകൂടി ലാറ്റർ സെറ്റാക്കി കൊടുക്കാം, എന്നാൽ കുറച്ചുകൂടി ഇറങ്ങാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് ചെസ്റ്റിലുണ്ടോ നോക്കട്ടെ. നമ്മൾ സെറ്റാക്കിയ കുറച്ച് ഗ്ലാസ് ഉണ്ടാവേണ്ടതാണ് ഗൈസ്. ഇല്ല ഗൈസ്, ഇല്ല, ഗ്ലാസ് ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം ഗ്ലാസിന് പകരം ഈ ഒരു ഫെൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്.
ഓക്കെ, നമ്മുടെ അടുത്ത് ഒരു ബെഡ് കൂടി ഉണ്ട് ഗൈസ്. ഈ ആ ഒരു ബെഡ് എടുത്ത് നമുക്ക് മുകളിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിലൊരു ബെഡ് കൂടി ഉണ്ട്. സോ ഈ ഒരു ബെഡ് നമുക്ക് അടിയിൽ അല്ല മുകളിൽ സെറ്റാക്കി കൊടുക്കാം. നമുക്കിന്നിട്ട് ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു അടിയിലോട്ട് മാറ്റണം കേട്ടോ. നമ്മൾ ഈ അടിയത്തെ ഒരു ഫ്ലോറിലേക്ക് മാറ്റും, നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റുന്നതായിരിക്കും. സോ ഇവിടെ നമ്മുടെ ബെഡ് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ കാർപ്പറ്റ് ഇടണം കേട്ടോ ഗൈസ്. കാർപ്പറ്റ് സെറ്റാക്കണം. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിനി ഉപ്പമാരൊക്കെ ഒന്ന് ഫാം സെറ്റാക്കാനുണ്ട്. ഇപ്പോൾ അതിൽ കവ് വളരെ കുറവാണ്, അല്ല ഷീപ്പൊക്കെ വളരെ കുറവാട്ടോ. ഒക്കെ ഒന്ന് ഫുള്ള് സെറ്റാക്കണം. എടാ ഇവിടെ എങ്ങനെ സോംബി സ്പോണായത് ഫ്രണ്ട്സ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു സോംബി സ്പോണായത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് അതിനെ പോയി കൊന്നിട്ട് വരാം കേട്ടോ. അയ്യോ, നമ്മൾ മുകളിലെത്തിപ്പോയല്ലോ. ഇവിടെ പോയി അടിയിലെത്തിപ്പോയി. ഓക്കെ, ഇവിടെ ഒരു സോംബി സ്പോണായിട്ടുണ്ട്. അതെങ്ങനെ സ്പോണായി എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മൾ ഫുള്ള് ലൈറ്റ് സെറ്റാക്കിയതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓ ഓക്കെ, എവിടെയോ ഒന്ന് സ്പോൺ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഫാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വില്ലേജറിൻ്റെ 2 വില്ലേജർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, 2 വില്ലേജർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എത്രത്തോളം AFK നിൽക്കുന്നത് അതിനനുസരിച്ച് വർക്കാവുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം ഇതെന്താണ് ഗൈസ് ഇങ്ങനെ? ഇവിടെ കുറച്ചുകൂടി സ്ലാബ് റെഡിയാക്കാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക് ഗൈസ്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെ കണ്ടോ, അവിടെയും കൂടി സ്ലാബ് സെറ്റായി കൊടുക്കണം കേട്ടോ. സോ അതുകൂടി നമുക്ക് എന്തായാലും റെഡിയാക്കാം. എന്തായാലും മുകളിലോട്ട് പോകട്ടെ ഗൈസ്. സോ മുകളിൽ പോകണം, എന്നിട്ട് ഇങ്ങോട്ട് പോവാം. എന്നിട്ട് നമ്മുടെ സ്ലാബ് റെഡിയാക്കി കൊടുക്കട്ടെ ഗൈസ്. സ്ലാബ് ഗൈസ്, നമ്മൾ സ്ലാബ് എടുക്കാൻ മറന്നു. സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യാൻ മറന്നു. സ്ലാബ് എടുക്കാം. ഓക്കെ, ഇത്രയൊന്നും വേണ്ടായിരുന്നു ഗൈസ്, കുറച്ച് ഓവറായിപ്പോയി ക്രാഫ്റ്റ് ചെയ്ത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും റൂഫ് പണിയാം ഗൈസ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇത് വേണമെങ്കിൽ പൊക്കാട്ടോ ഗൈസ്. നമ്മുടെ ഈ ഒരു വീട് ഇനിയും വേണമെങ്കിൽ നമുക്ക് പൊക്കാൻ പറ്റും. ഓൾ സെറ്റ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നോക്ക് ഗൈസ്, വേറെ ലെവൽ ലുക്കായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കൊന്നുമില്ല, ഒരു നൂബ് ബേസ് ഗൈസ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. സോ ഇനി എന്തായാലും നമുക്ക് ഇനി ഒരു ഫുഡ് ഫാം സെറ്റാക്കണം. അതാണ് മെയിനായിട്ട് സെറ്റാക്കേണ്ടതാണ് ഗൈസ്. ഇവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് തന്നെ കണ്ട, ഇവിടെ ഒരു കേവ് ഉണ്ട്. സോ നമുക്ക് അതെന്തായാലും എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു കേവ് ഹൗസ് ആക്കുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താക്കണമെന്ന്. സോ ആ കേവ് എന്തായാലും നമുക്ക് ഫുള്ള് ക്ലോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമുക്ക് നോക്കാം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഗൈസ്, അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക ഗൈസ്, എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ലൈക്കും ചെയ്യാം. ഓക്കെ, ബൈ ബൈ.